ഗവി ഗേറ്റിലേക്ക് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാജാമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട അള്ളുങ്കൽ വനത്തു നിന്നും കക്കാട്ടാറ് നീന്തിയെത്തുന്ന കാട്ടാനകളുടെ വിശേഷങ്ങൾ, കുട്ടിശങ്കരൻ്റെയും ചില്ലിക്കൊമ്പൻ്റെയും വിശേഷങ്ങൾ, അവ നടന്നു വരുന്ന ആനത്താരയിലെ വിശേഷങ്ങൾ, നാട്ടിൽ ഇരുവരും സൃഷ്ടിച്ച കൗതുക കാഴ്ചകളും ആശങ്ക കാഴ്ചകളും എന്ന് വേണ്ട ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ പന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഴ്ചയിലേക്ക് കടന്നാലോ. റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ രാജാമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട അള്ളുങ്കൽ വനമേഖലയാണ് ആ കാണുന്നത്. നല്ല ഹരിതവനം, ഏറെ പ്രകൃതിരമണീയമായ കാഴ്ചകളാൽ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന ഈ വനമേഖലയിൽ കാട്ടാനയും കാട്ടുപോത്തും മ്ലാവും കേഴയും പുലിയും കടുവയും സിംഹവാലം കുരങ്ങൾ തുടങ്ങി വന്യമൃഗങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. അള്ളുക്കൽ വനത്തിൽ അധിവസിക്കുന്ന ചില്ലിക്കൊമ്പനും കുട്ടിശങ്കരനും കാട് വിട്ട് കക്കാട്ടാറ് കടന്ന് നാട് കാണാൻ ഒന്നിച്ചെത്തുന്നത് ഇത് രണ്ടാം തവണയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിശങ്കരനാണ് ആദ്യം നാട്ടിലെത്തുന്നത്. ഈ തവണ ഇരുവരും ഒന്നിച്ചുള്ള യാത്രകൾ കാണാനും ഇവയുടെ ചിത്രങ്ങൾ പകർത്താനും എത്തിയത് നൂറുകണക്കിന് ആളുകളാണ്. ഞാൻ നടന്നു വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആനത്താരയാണ്. എൻ്റെ പിന്നിലായി കാണുന്ന ഈ കക്കാട്ടാറ് കടന്ന് ഈ വരുന്ന താരയിൽ കൂടിയാണ് ആന റോഡിലേക്ക് കടക്കുന്നത്. ആ നടന്നു പോകുന്ന കരിവീരന്മാരാണ് നാട്ടിലെ താരങ്ങൾ. വളരെ സാവധാനം തോട്ടത്തിലൂടെ നടന്നു പോകുന്ന ചില്ലിക്കൊമ്പനും കുട്ടിശങ്കരനും മിക്ക ആനപ്രേമികളുടെയും മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. വളഞ്ഞ കൊമ്പോട് കൂടിയ ചില്ലിക്കൊമ്പനാണ് വലിപ്പം കൂടുതൽ. കുട്ടിശങ്കരൻ അല്പം ചെറുതാണെങ്കിലും കാണാൻ സുന്ദരൻ കുട്ടിശങ്കരൻ തന്നെ. ചില്ലിക്കൊമ്പൻ്റെ കൊമ്പുകളും കാണേണ്ട കാഴ്ച തന്നെ. മിക്കപ്പോഴും ചില്ലിക്കൊമ്പന് പിന്നാലെയാണ് കുട്ടിശങ്കരൻ്റെ നടത്തം. പലരും ചോദിച്ചു തുടങ്ങി, ഇവർ നാട്ടാനകളാണോ എന്ന്. നിർഭയരായുള്ള ഇവരുടെ നടത്തം കാണേണ്ടത് തന്നെ. കക്കാട്ടാറ് കടന്ന് സ്വകാര്യ റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പോകുന്ന ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് സ്ഥലവാസികളായവരുടെ ഫോണുകളിലെ പ്രധാന കാഴ്ചകൾ. നടന്നു പോകുന്ന വഴികളെല്ലാം ചവിട്ടി മെതിച്ചു. ആനത്താരകളെ റബ്ബർ തോട്ടങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ നിറഞ്ഞു കഴിഞ്ഞു. നീർച്ചാലുകളിലെ ചള്ളയും മണ്ണും ദേഹത്ത് വാരിപ്പൂശി രാവുളക്കോളം തീറ്റയും തിന്നുള്ള നടത്തം കാണുമ്പോഴാണ് ഇവരുടെ തനി രൂപം പുറത്തു വരിക. അള്ളുങ്കൽ വനത്തിൽ നിന്ന് നടന്നു വരുന്ന ഇരുവരും സീതത്തോട് ചുറ്റാ റോഡ് കടന്നു പോകുന്ന കാഴ്ചകളാണിത്. രാത്രി റോഡ് കടന്നു പോകുന്ന ഇവർ വെളുപ്പിനെ മടങ്ങും. ഇവരെ കാണാൻ രാവിലെയും വൈകിട്ടും ആനപ്രേമികളുടെ വൻ തിരക്കാണ്. വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവർക്കും ദർശനം ഒരുക്കിയ ശേഷമാണ് ഇരുവരുടെയും മടക്കം. ചിലപ്പോൾ റോഡിലൂടെ അല്പം നടന്ന ശേഷമാണ് തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ സമയം വനപാലകർ റോഡിൻ്റെ ഇരുവശത്ത് നിന്ന് റോഡ് ബ്ലോക്ക് ചെയ്യും. ഇരുവർക്കും പോകുന്നതിനുള്ള സുരക്ഷിത പാത വനപാലകർ ഒരുക്കുന്നതിനാൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആനകളുടെ സാന്നിധ്യം പതിവായതോടെ നാട്ടിൽ അല്ലറച്ചില്ലറ പ്രതിഷേധങ്ങളും ഉയർന്നു തുടങ്ങി. ആന ഇറങ്ങുന്നത് തടയുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെട്ട് സ്ഥലവാസികൾ രംഗത്ത് വന്നു. KV ജനീഷ് കുമാർ MLA അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ച് സൗരോർജ്ജ വേലിയുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ ആനയുടെ വരവ് തടയാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥലവാസികൾ. ഈ തവണ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു? എല്ലാം കൊണ്ട് എത്ര നാൾ? ഈ പ്രാവശ്യം ജൂലൈയിലും കണ്ട് വന്നു, എനിക്ക് തോന്നുന്നു. ജൂലൈ മാസം കണ്ട് ആദ്യം ഒന്ന് വന്ന്, എന്നിട്ട് അപ്പുറത്ത് ഓഫീസിൻ്റെ അവിടെ പോയി, അവിടെ നിന്ന് ഇത് ചെയ്തിട്ടല്ലേ അവിടെ എല്ലാം നശിപ്പിച്ചിട്ട് വന്ന്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഇത്ര നാൾ. ഇവിടെ വലിയ കുഴപ്പമില്ലായിരുന്നു ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് നശിപ്പിക്കാനല്ലേ, തോട്ടത്തിൽ കുറേ റബ്ബർ പോയി. അപ്പുറത്ത് കുറേ റബ്ബർ പോയി, 10-15 റബ്ബറോളം പോയി. ആൾക്കാർക്ക് കാണാനൊക്കെ ഇഷ്ടം പോലെ ഒത്തിരി ആൾക്കാരായിരുന്നു. പിന്നെ ഉത്സവപ്രതിയായിരുന്നു. ഇവിടുന്ന് ഇപ്പം പോയിട്ട് ഇതിലായിരുന്നില്ലേ പോകാൻ വരുകയും ചെയ്യുന്നത്. ഇവിടുന്ന് ഇപ്പം പോയി അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് ഡാമിൻ്റെ മണ്ടയ്ക്കൂടെ ആയിരുന്നു. ഡാമിൻ്റെ മണ്ടയ്ക്കൂടെ ആയിട്ട് ഇപ്പം കുറച്ചായി അതിൽ തന്നെ പോക്കും വരവും. പിന്നെ ഒരു ദിവസം വലുതിനെ കാണാതായി, ഇപ്പം ചെറുതിനെയും കാണാതായി. ചെറുത് തന്നെ 2 ദിവസം വന്നായിരുന്നു, പിന്നെ ചെറുതുമില്ല ഇപ്പം. ആനക്കാഴ്ചകൾ പകർത്താൻ വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. ആളുകളെ നിയന്ത്രിക്കുന്നതിന് പോലീസും വനം വകുപ്പും ഒരുപോലെയാണ് ശ്രമിക്കുന്നത്.
റോഡ് മുറിച്ച് കടന്നു പോകുന്ന ആനകൾ പിന്നെയും ഏകദേശം 1/2 കിലോമീറ്ററോളം നടന്നാണ് കാട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിലെ തീറ്റകളൊക്കെ തിന്ന് വളരെ സാവധാനമായിട്ടാണ് ഇരുവരുടെയും യാത്ര. ആനകൾ 6 കടന്നു പോകും വരെയും വനപാലകർ ഒപ്പമുണ്ടാകും. ചിലപ്പോൾ തീറ്റകൾ തിന്നു നിൽക്കുകയാണെങ്കിൽ പടക്കം പൊട്ടിച്ചും വെടിയുതിർത്തും ഓടിച്ചാണ് മറുകര കടക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ ആ കാഴ്ചകൾ കണ്ടില്ലേ. ചില്ലിക്കൊമ്പനും കുട്ടിച്ചങ്കനും കൂടി ആ നിൽക്കുന്ന തീറ്റകളൊക്കെ തിന്ന് വളരെ സാവകാശമാണ് പോകുന്നത്. പിന്നാലെ വനപാലകർ ബഹളം കൂട്ടുന്ന ഒറ്റ കാരണത്താലാണ് അവരിങ്ങനെയൊക്കെ നടന്നു പോകാൻ തുടങ്ങിയത്. കുറേ സമയം ഒരേ സ്ഥലത്ത് തന്നെ നിന്നു. അതിനുശേഷമാണ് മുൻപോട്ട് പതുക്കെ നടന്നത്. ആറ്റിലിറങ്ങിയാലും പെട്ടെന്നൊന്നും ഇരുവരും കാട് കയറാറില്ല. ആറ്റിൽ കുളിച്ച് പരസ്പരം പോരുകോടിയുള്ള ആ യാത്ര ഏറെ കൗതുകകരമാണ്. ചില ദിവസങ്ങളിൽ 1 മണിക്കൂറോളം വരെ കുളി നീണ്ടു നിൽക്കും. 2-3 നേരം ആറ്റിൽ മുങ്ങിക്കുളിച്ചുള്ള യാത്രയ്ക്കിടെ ഇരുവരുടെയും അടുത്ത് ചെന്നാൽ ആനച്ചൂര് അനുഭവപ്പെടാറേയില്ല. ആനകൾ കാട് കയറുന്നത് കാണാനും കക്കാട്ടാറിൻ്റെ തീരത്ത് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഉത്സവ പ്രതീതിയാണ് ഈ പ്രദേശങ്ങളിൽ. അതേസമയം തന്നെ ഈ സ്ഥലത്തെ കർഷകരുടെ മനസ്സിൽ ആദിയാണ്. വരും ദിവസം തങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുമെന്ന ആശങ്കയിലാണ് ഓരോ കർഷകരും. ആ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ. കുറേ നേരം ആറ്റിൽ മുങ്ങിക്കുളിച്ച്. ആറ്റിലെ ജലനിരപ്പൊക്കെ അല്പം കുറവാണെന്ന് പറഞ്ഞാലും ഉള്ള വെള്ളത്തിൽ ആർഭാടമായിട്ടൊരു കുളിയൊക്കെ. ആ കുളിക്ക് ശേഷമാണ് അവർ മുൻപോട്ട് നീങ്ങുന്നത്. പലപ്പോഴും എത്ര കുളിച്ചാലും ഇവർക്ക് മതി വരത്തില്ല. ആറ്റിൽ തന്നെ ഇങ്ങനെ കുടക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും പോര് കൂടും, കൊമ്പ് കൂർക്കും. കൊമ്പ് കോർക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് പകർത്താൻ കഴിയുന്നത്. ഇപ്പം തന്നെ രണ്ടുപേരും കൂടി കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ്. ആ കാഴ്ച കണ്ടില്ലേ. വളരെ ദൂരെയാണ് എങ്കിൽ പോലും രണ്ടുപേരും കൂടി കുസ്തിയൊക്കെ ഉണ്ടാക്കി അടിച്ച് കളിച്ച് പൊളിച്ച് കുറേ നേരം ആറ്റിൽ തന്നെ ചിലവഴിച്ചു. ഈ ചില്ലിക്കൊമ്പൻ അങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും കുട്ടിക്കൊമ്പനെ ആണെങ്കിൽ കുത്തി ചെറുതായിട്ട് മുമ്പിതും പുറയുന്നൊക്കെ മേലെ നോപ്പിച്ചിട്ടാണ് ഇവനെ കാട്ടിലേക്ക് കയറ്റുന്നത്. പെട്ടെന്നൊന്നും ഈ ആറ്റിൽ നിന്നും കയറാനൊന്നും ഇരുവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കണ്ടില്ലേ, വെള്ളം തെറ്റിച്ച് നടക്കുന്ന കൊച്ചു കുട്ടികളെ പോലെ വെള്ളത്തിൽ കൂടി വെള്ളം തെറ്റിച്ചുള്ള നടത്തം. കരയ്ക്കെത്തിയാലും പെട്ടെന്നൊന്നും കയറത്തില്ല. ഇപ്പുറത്തു നിന്നൊക്കെ ബഹളം വെച്ച ശേഷമാണ് ഈ ആന കാട്ടിലേക്ക് കയറാൻ തന്നെ കൂട്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും തിരിഞ്ഞിരിഞ്ഞ് നിൽക്കും. ആരെങ്കിലും കൂടെ വരുന്നുണ്ടോ? ഭയങ്കരമായ രീതിയിൽ ഫോറസ്റ്റുകാർ ഇക്കരെ നിന്ന് ബഹളം വെക്കുകയും വെടിയുർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആന കാട്ടിലേക്ക് കയറാൻ തന്നെ കൂട്ടാക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ പ്രദേശത്ത് വരണം. അതായത് അള്ളുങ്കൽ പദ്ധതിയുടെ EDC ജലവിദ്യുത് പദ്ധതിക്ക് സമീപമുള്ള സ്ഥലത്ത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാഴ്ചകളൊക്കെ വളരെ കുറവാണ്. ഇരുവരുന്നുകൊണ്ട് കാട് കയറിപ്പോയി കഴിഞ്ഞു. ഇനി എന്ന് വരുമെന്നൊന്നും അറിയില്ല. മുൻവർഷങ്ങളെ പോലെ എല്ലാ വർഷവും 1-2 മാസങ്ങളൊക്കെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും. എല്ലാവരും ഇരുവരെയും കാത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ആനവിശേഷങ്ങൾ എത്ര കണ്ടാലും മതി വരത്തില്ല. ചില്ലിക്കൊമ്പനും നമ്മുടെ കുട്ടിശങ്കരനൊക്കെ അടുത്ത സീസണിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സ്റ്റോറിയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.